ഹലോ യെസ് അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇത് വെള്ളയുടെ ദിവസമാണ്, ശൈലപുത്രിയാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. അപ്പോൾ ഞാൻ ആദ്യ ദിവസം ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിലൊന്ന് പോവാണ്. ധാവണിയാണ് ഇടാൻ പോകുന്നത്, പക്ഷെ ഞാനത് വേറെ ഷോളുമായിട്ട് ആണ് പെയർ ചെയ്യാൻ പോകുന്നത്. ഓറഞ്ച് കളർ ഒരു ഷോൾ ഞാൻ സെറ്റാക്കി സ്കാലപ്പൊക്കെ ചെയ്ത് ബ്ലസ് ചേച്ചി എനിക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ആൻമേറിയ, നമ്മുടെ സ്വന്തം ആൻമേറിയുടെ ബ്ലസ് ചേച്ചി സെറ്റാക്കി തന്നിട്ടുണ്ട് എനിക്കൊരു ധാവണിയുടെ ഷോള്. അപ്പം നമുക്കതാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നത് കറക്റ്റായിട്ട് സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. ഞാനൊന്ന് ഷടേന്നൊന്ന് റെഡി ആവട്ടെ. ഓക്കെ, ഞാൻ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് വെരി ലൈറ്റ് മേക്കപ്പ് വിത്ത് സട്ടിൽനെസ്, അതാണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഈ ഒരു കമ്മലാണ്, ആനയുടെ കമ്മലാണ് പെയർ ചെയ്യുന്നത്. യെസ്, എങ്ങനെയുണ്ട്? വിത്ത് സിമ്പിൾ ചെയിൻ. ഈ ഒരു ചെറിയ ഒരു മാലയാണ് ഞാൻ ഇന്ന് ഇത് കൂടെ പെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ ആനയുടെ കമ്മലാണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് വിത്ത് സ്മോൾ ചെയിൻ. പിന്നെ നമുക്ക് ആർത്തി കാണിക്കാം. ആ ധൃതിയാ, നമുക്ക് എന്താ താഴെ സൈക്കിൾ ചവിട്ടാൻ പോണം അവന്. അതുകൊണ്ട് അവൻ ഇന്ന് എന്ത് നമ്മൾ പറഞ്ഞാലും അവൻ കേൾക്കും. ഇതാണ് എന്റെ മൊത്തത്തിലുള്ള ഔട്ട്ഫിറ്റ്. അപ്പൊ അന്നത്തെ പെയറിംഗ് ആണോ നല്ലത്, ഈ ഒരു പെയറിംഗ് ആണോ നല്ലത്, നിങ്ങൾ കമന്റിൽ ഇടണേ ഗൈസ്. എങ്ങനെയുണ്ട് കാണാൻ? നന്നായിട്ടുണ്ടോ? ഇന്ന് നവരാത്രി തുടങ്ങി. രാവിലെ ഞങ്ങള് ഇവിടൊക്കെ പൂജയൊക്കെ ചെയ്തു. നീ കണ്ടോ? നോക്ക്. ഇനി നമ്മളെല്ലാ ദിവസവും ഇവിടെ വിളക്ക് വെച്ച് ആർത്തി കാണിക്കും. ഋഷിക്കുട്ടൻ അതൊക്കെ ചെയ്യേണ്ടത് വൈകിട്ട്. ചെയ്യോ? ആർത്തി കാണിക്കുന്നത് ആരാ? ഋഷി. അപ്പൊ നമ്മുടെ മണി എന്തിയേ? മണി എടുക്ക. മണിയല്ലേ ഉള്ളത്, എത്ര എണ്ണം വേണം? മണി എടുത്തോണ്ട് പോവാ. എന്റെ അപ്പ ഇത്രേ മണി ഇവിടെ കൊണ്ടുവച്ചിട്ടില്ല. ഏതാ വേണ്ട ഋഷിക്ക്? അതാണ് വേണ്ടേ? അത് മുകളിലിരിക്കുന്ന വലിയ മണിയാണോ വേണ്ടേ? അത് മതിയോ? ഓക്കെ. വലിയ മണി അവന് പിടിക്കാൻ പറ്റില്ല. പിടിക്കും. ഇതുള്ളപ്പോ വൈ വറി മണിയെ കുറിച്ച് ഒരു പേടിയും വേണ്ട ഗൈസ്. മണി സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഇവിടെ മണിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ പറഞ്ഞത് അവനോട്. തൽക്കാലം മോന് മണി കേൾക്കണം. ആ മണി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൊടുത്തത്. മതി മതി, അതാണ് ഇതാ. പൊട്ടുതോട്. വീഡിയോയിൽ ഞാൻ നവധാന്യങ്ങളുടെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഈ ആഴ്ചയിൽ മൊത്തം ധാന്യങ്ങൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ നിവേദ്യം അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. അതാണ് ഇന്നത്തെ ധാന്യം. അപ്പൊ ഇത് അമ്മ കടലപ്പരിപ്പ് വേവിച്ചിട്ട് കടുക് താളിച്ചിട്ട് കുരുമുളക് പൊടിയും തേങ്ങയിട്ട് മുളകും ഇട്ട്
നല്ലപോലെ വഴറ്റി ആ കടലപ്പരിപ്പിലിട്ട് മിക്സ് ചെയ്ത് എടുത്തതാണിത്. ഇത് കൈൻഡ് ഓഫ് തോരൻ. ഇതാണ് ഇന്ന് നമ്മുടെ പ്രസാദം. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ഇന്നത്തെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇന്നത്തെ പരിപാടി കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. യൂഷ്വലി ഞങ്ങൾ അമ്പലത്തിൽ വരാറുണ്ട് എല്ലാ ദിവസവും. അതായത് നവരാത്രിയുടെ ഫസ്റ്റ് ഡേ എന്നും എല്ലാ നവരാത്രിക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ വരാറുണ്ട്. അമ്മയ്ക്ക് ഇത് വരണമെന്നുണ്ട്, പക്ഷെ ഋഷി സമ്മതിക്കാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ നിന്നോളാം, നീ പോയിട്ട് വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. അമ്മേനെ കൊണ്ട് ഇനി വേറെ ദിവസം പോകണം. അതേപോലെ തന്നെ നവരാത്രി എന്ന് വെച്ചാൽ എൻഗേജ്മെന്റ്സ് ആണ് കുറേ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാവരെയും വിളിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. സീ യു ഗൈസ്, ബൈ.